ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മിക്സ് ടെക്. സോ നമ്മൾ ഇന്നൊരു പി സി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ടൈറ്റിലും തമ്മിലും കണ്ട പോലെ തന്നെ എങ്ങനെ ഒരു വിൻഡോസ് ബൂട്ടബിൾ പെൻഡ്രൈവ് ഉണ്ടാക്കാനാണ് നമ്മൾ നോക്കണം. വിൻഡോസ് ഇൻസ്റ്റാളേഷനൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ എങ്ങനെ ഒരു ബൂട്ടബിൾ പെൻഡ്രൈവ് ഉണ്ടാക്കാനാണ് നോക്കുന്നത്. സോ എന്തൊക്കെയാണെങ്കിലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരു പി സി അല്ലെങ്കിൽ ലാപ്ടോപ്പാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ലാപ്ടോപ്പാണ് എടുത്തിരിക്കുന്നത്. ആൻഡ് സെക്കൻഡായിട്ട് നമുക്ക് വേണ്ടത് പറഞ്ഞൊരു മിനിമം 8 GB മെമ്മറി ഉള്ള ഒരു പെൻഡ്രൈവാണ് വേണ്ടത്. അപ്പോൾ ആ പെൻഡ്രൈവ് നമ്മൾ ലാപ്ടോപ്പ് അല്ലെങ്കിൽ പി സിക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഗൂഗിൾ ക്രോം എടുക്കണം. ആൻഡ് അതിൽ നമ്മൾ വിൻഡോസ് 10 ISO ഫയലിന് അടിച്ചു കൊടുക്കണം. അതായത് ഇപ്പോൾ നമ്മൾ വിൻഡോസ് 10 ആണ്. ISO എന്ന് അടിച്ചു കൊടുത്താലും വരും. അപ്പോൾ നമുക്കിവിടെ മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ഇത് കിട്ടും. അതല്ലാണ്ട് കുറേ വേറെ വെബ്സൈറ്റും ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അതിലൊന്നും നമ്മൾ ഒരിക്കലും ചെയ്ത് ചിലപ്പോൾ വൈറസ് കയറാം. അങ്ങനത്തെ ഇത് കണ്ടു. ഇവിടെ ഇപ്പോൾ വിൻഡോസ് 10 ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടൊക്കെ സംഭവമുണ്ട്. അതിലൊന്നും ക്ലിക്ക് ചെയ്യരുത്. അതിന് പകരം ഈ ഒഫീഷ്യൽ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യണം. ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഇത് കൊടുത്തേക്കാം, ലിങ്ക് കൊടുത്തേക്കാം. എന്നിട്ട് നമ്മളിവിടെ ക്രിയേറ്റ് വിൻഡോസ് 10 ഇൻസ്റ്റാളേഷൻ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ ഡൗൺലോഡ് നൗ കൊടുക്കുക. ഞാനിപ്പോൾ വിൻഡോസ് 10 ആണ് ചെയ്യുന്നത്. കാരണം വിൻഡോസ് 10 ആണ് ഏറ്റവും സ്റ്റേബിളായിട്ടുള്ള ഒരു വേർഷൻ. കാരണം മറ്റേതൊക്കെ കുറച്ച് 11 ഇപ്പോഴും അധികം നല്ല ഒരു ഇതിലല്ല. സോ അപ്പോൾ നമ്മൾ ഇതാണ് എടുക്കുന്നത്. ആൻഡ് ഇനി നമ്മൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഡൗൺലോഡിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ മീഡിയ ക്രിയേഷൻ ടൂൾ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടാവും. അതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു വിൻഡോ നിങ്ങൾക്ക് തുറന്നു വരും. ആൻഡ് അത് റൺ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഗൈസ് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കണ്ടത്. അതായത് ഇവിടെ കുറച്ച് ഭാഗം റെക്കോർഡായിട്ടില്ല. കാരണം അത് കുറച്ച് പ്രൈവസി ഇഷ്യൂ ഉള്ള സംഭവമായതുകൊണ്ട് സ്ക്രീൻ റെക്കോർഡ് ആവില്ല. സോ നിങ്ങൾ അവിടെ ഒരു റണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണെങ്കിലും തുറന്നു വരും. ആൻഡ് ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഗെറ്റിംഗ് എ ഫ്യൂ തിങ്സ് റെഡി എന്നൊക്കെ എഴുതിയിട്ട്. ആൻഡ് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അടുത്ത ഇതിലേക്ക് പോകും. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു. അപ്പോൾ ഗൈസ് നമുക്ക് ഇങ്ങനൊരു സംഭവം വരും. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം. എന്നിട്ട് ആക്സെപ്റ്റ് കൊടുക്കുക. ആൻഡ് അപ്പോഴും പിന്നെ ഇനി കുറച്ച് നേരം ഗെറ്റിംഗ് എ ഫ്യൂ തിങ്സ് റെഡി പറഞ്ഞ് പിന്നെ ഒരു സംഭവം വരും. അത് കഴിയാൻ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇതിൽ നമുക്ക് 2 ഓപ്ഷൻ കാണും. അതായത് അപ്ഗ്രേഡ് ദിസ് പി സി നൗ ആൻഡ് ക്രിയേറ്റ് ഇൻസ്റ്റാളേഷൻ മീഡിയ USB ഫ്ലാഷ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് അപ്പോൾ നമ്മൾ ഈ അപ്ഗ്രേഡ് ദിസ് പി സി നൗ അല്ല കൊടുക്കുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ വിൻഡോസ് 7 ഒക്കെ ആണെങ്കിൽ 10 ആക്കാനൊക്കെയുള്ള സംഭവമാണ്. ഇതിപ്പോൾ നമ്മൾ ക്രിയേറ്റ് ഇൻസ്റ്റാളേഷൻ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ് കൊടുക്കുന്നുണ്ട്. അപ്ഗ്രേഡ് ദിസ് പി സി നൗ അല്ല. ഓക്കെ, അപ്പോൾ നമ്മളത് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ആൻഡ് ഇവിടെ നമുക്ക് സെലക്ട് ലാംഗ്വേജ് ആർക്കിടെക്ചർ ആൻഡ് എഡിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്. ആൻഡ് അതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ യൂസ് ദ റെക്കമെൻഡഡ് ഓപ്ഷൻ ഫോർ ദിസ് പി സി എന്നുള്ള ഇതായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തന്നെ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ആർക്കിടെക്ചറിൽ 32 ബിറ്റ് ഉണ്ട്, 64 ബിറ്റ് ഉണ്ട്, ബോത്തും ഉണ്ട്. ഇപ്പോൾ 64 ബിറ്റാണ് ഏറ്റവും നല്ലത്. ബോത്ത് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും ഡൗൺലോഡ് ആവും. അത് ആവശ്യമില്ല നമുക്ക്. ഇപ്പോൾ വിൻഡോസ് 10 ആണ് നമ്മൾ കൊടുക്കുക. ആൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് ഞാൻ കൊടുക്കുന്നത്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ആൻഡ് ഇതിൽ അടുത്ത് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് വരും. ആൻഡ് അതിൽ ഒന്നില്ലെങ്കിൽ USB ഫ്ലാഷ് ഡ്രൈവ് അല്ലെങ്കിൽ ISO ഫയൽ. ആൻഡ് ഇത് നമ്മൾ USB ഫ്ലാഷ് ഡ്രൈവാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ISO ഫയൽ നമുക്കിപ്പോൾ ആവശ്യമില്ല. സോ USB ഫ്ലാഷ് ഡ്രൈവ് കൊടുക്കുക. ആൻഡ് എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുക്കണം. അപ്പോൾ USB ഫ്ലാഷ് ഡ്രൈവ് നമ്മൾ എടുത്തു, നെക്സ്റ്റ് കൊടുത്തു. ഇനി അടുത്തത് സെലക്ട് ദ USB ഫ്ലാഷ് ഡ്രൈവ്. ഇതിൽ നമ്മളുടെ ഡിവൈസ് അതായത് പെൻ ഡ്രൈവ് ഏതാണെന്ന് ക്ലിക്ക് ചെയ്യണം. സോ ഇതാണ് ഇപ്പോൾ എൻ്റെ ഇപ്പോൾ റിമൂവബിൾ ഡിസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രൈവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിൽ അതാണ് എൻ്റേത്. ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുത്തു. ആൻഡ് പിന്നെ ഇവിടെ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം. സോ സാധാരണ ഇങ്ങനെ ചിലതിൽ വരും, ചില സമയത്ത് വരും, ചില സമയത്ത് വരില്ല. സോ ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് അത് അത്ര സമയമൊന്നും പിടിച്ചില്ല. അപ്പോഴേക്കും ഇപ്പോൾ ഡൗൺലോഡിങ് വിൻഡോസ് 10 എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ 9% ആയി. ഇനി ഇത് 100% ആവണം. അപ്പോൾ ഗൈസ് അങ്ങനെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. ഇനി വെരിഫൈങ് യുവർ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ
ഇനി 100% ആണ്. സോ അതും കൂടി കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഗൈസ് അങ്ങനെ അതും തീർന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിനി ഇത് ഫിനിഷ് ക്ലിക്ക് ചെയ്താൽ മതി. സോ അപ്പോൾ ഇനിയിപ്പോൾ സെറ്റ് പീസ് ക്ലീനിങ് ഓക്കെ അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇത്. റിഫ്രഷ് ചെയ്യാം. ഓക്കെ, റിഫ്രഷ് ചെയ്തപ്പോൾ നമ്മളുടെ ഇത് ഫുള്ളായിട്ട് ഏകദേശം ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഫയൽസാണുള്ളത്. നമുക്ക് ഇതൊന്ന് ഇജക്റ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമുക്കിതൊന്ന് ഇജക്റ്റ് ചെയ്യാം. എന്നിട്ട് ഒന്നും കൂടിയും കണക്ട് ചെയ്തിട്ട് എല്ലാ ഫയൽസും ഇപ്പോഴും ഉണ്ടോ നോക്കാം. അപ്പോൾ ഗൈസ് എല്ലാ ഫയൽസും ഇപ്പോഴും ഉണ്ട്. സോ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയും സിമ്പിളാണ് ഒരു USB ബൂട്ടബിൾ ഡിവൈസ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരു വിൻഡോസ് ബൂട്ടബിൾ പെൻഡ്രൈവ് ഉണ്ടാക്കാൻ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. ടിൽ ദെൻ